സംവിധായകരായ അഷ്റഫ് ഹംസ, ഖാലിദ് റഹ്മാൻ എന്നിവർക്ക് പിന്നാലെ ലഹരി കേസിൽ കുടുങ്ങിയ റാപ്പർ വേടനും. യുവാക്കളുടെ ഹരമായി മാറിയ റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ വേടനെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് ഉപയോഗിച്ചതായി വേടൻ സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബാക്കി നിയമ നടപടികളിലേക്കും പോലീസ് കടക്കും. പക്ഷെ ഒന്ന് ആൾട്ട് പ്ലസ് ടാലന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവിടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. എല്ലാം കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. എല്ലാവരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല. അത് അവരുടെ മേശപ്പുറത്തും മറ്റൊക്കെ സൂക്ഷിച്ചത് ഉപയോഗിച്ചിരുന്നതായി സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള നിയമപരമായ നടപടി ചെയ്യും. അതെ, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ അറിവ് കിട്ടിയതിന് പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർ ഷോയ്ക്ക് കിട്ടിയ പണമായിരുന്നു പറഞ്ഞത്. എത്ര പണം കിട്ടിയിട്ടുണ്ട് സാർ? ഒരു 9 ലക്ഷം രൂപ. അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റു മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനുള്ള സാധനമാണ്. ഇപ്പോൾ അവർക്ക് കിട്ടിയ പൈസ ക്യാഷായിട്ട് കിട്ടിയതുകൊണ്ടാണ് ക്യാഷായിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞത്. അവർ നിലവിൽ 9 പേരാണ്. 9 അവർ നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. അതേസമയം റാപ്പർ വേടന്റെ മാലയിൽ നിന്ന് കണ്ടെത്തിയത് പുലിയുടെ പല്ല് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് വേടന്റെ മൊഴി. വേടനെ വനം വകുപ്പ് ഉടൻ കസ്റ്റഡിയിലെടുക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും വനം വകുപ്പ് കേസെടുക്കുക. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആജ്ഞ, കൃത്യമായ രാഷ്ട്രീയം തന്റെ സംഗീതത്തിലൂടെ പറയുന്ന ലഹരിക്കെതിരെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേടൻ തന്നെ ഈ ലഹരി കേസിൽ കുടുങ്ങി എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ച് ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ വേടന് പുലിവാലാകാൻ പോകുന്നത് കഴുത്തിലെ ഈ പുലിപ്പല്ലാണോ? അങ്ങനെ തന്നെ വേണം പറയാൻ ആര്യ. കാരണം ഈ 6 ഗ്രാം കഞ്ചാവായിരുന്നു വേടന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത്. ഈ 6 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് കേസും ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള കേസ് മാത്രമായിരുന്നു. അത്തരത്തിൽ തന്നെ വൈദ്യപരിശോധന നടത്തി അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുക എന്നുള്ള നീക്കത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. അതേസമയം വേടന്റെ കഴുത്തിൽ കിടന്ന മാലയിലെ പുലിപ്പല്ലാണ്, മാലയിലുണ്ടായിരുന്ന പുലിപ്പല്ലാണ് എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോലീസ് പരിശോധനയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഫോറസ്റ്റ് അധികൃതർക്ക് വേടനെ കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ കരുതിയിരുന്നത് പോലെ 9 പേരാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പ്രാക്ടീഷനായി എത്തിയതാണ് എന്നാണ് ഇവർ പറയുന്നത്. 9 പേരെയാണ് വേടന്റെ റൂമിൽ നിന്ന് വേടൻ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തത്. 9.5 ലക്ഷം രൂപയും കണ്ടെത്തിയിരുന്നു. ഈ 9 ലക്ഷം രൂപ കഴിഞ്ഞ പ്രോഗ്രാമിന് ലഭിച്ചതാണ്. അത് ഈ ആളുകൾക്ക് വീതം വെച്ച് നൽകാനുള്ളതാണ് എന്നുള്ള വേടൻ പോലീസുകാരോട് നൽകിയിരുന്നത്. അതേസമയം തായ്ലൻഡിൽ നിന്ന് കിട്ടിയതാണ് തനിക്ക് കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ല്. അത് പുലിപ്പല്ലാണെന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ പുലിയുടെ വന്യമൃഗങ്ങളുടെ നഖവോ അതല്ലെങ്കിൽ പല്ലോ ഒക്കെ കൈവശം വെക്കുന്നതും ധരിക്കുന്നതും ഒക്കെ ഒഫൻസ് ആണ്, പണിഷബിൾ ഒഫൻസ് തന്നെയാണ്. അത് ഇത്തരത്തിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ജാമ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ പോവുകയാണ്. എങ്ങനെയായാലും മിനിമം റിമാൻഡ് കാലാവധിയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കേസ് തന്നെയാണ്. അത് എന്താണ്, ഏത് തരത്തിലാണ് എന്നുള്ളത് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കൈമാറിയ ശേഷമേ അത് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ ഇത് കഴുത്തിലുണ്ടായിരുന്നത് പുലിപ്പല്ലാണ് എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് തന്നെയാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്കിടെ അത്തരത്തിൽ സംശയം പോലീസിന് തന്നെ തോന്നിയ ശേഷമാണ് ഫോറസ്റ്റ് അധികൃതർ സ്റ്റേഷനിലെത്തുകയും ഫ്ളാറ്റ് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും പുലിപ്പല്ലാണെന്ന് വ്യക്തമായതോടുകൂടി കേസിന്റെ രൂപം മാറുകയാണ്. അതുവരെ ജാമ്യം ലഭിക്കുമായിരുന്ന അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങാമായിരുന്ന ഒരു കേസ് അത് നേരെ വിപരീതമായി മാറുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വേടന് കുരുക്കാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത്. ആര്യ, തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കഴുത്തിലെ പുലിപ്പല്ല, അതാണ് വേടൻ ഇപ്പോൾ കൂടുതൽ കുരുക്കായി മാറിയിരിക്കുന്നത്.
ഇടുക്കിയിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ച സാഹചര്യത്തിലാണ് സർക്കാരിന്റെ തീരുമാനം.